മലപ്പുറം കാടാമ്പുഴയിൽ ചെറു പാക്കറ്റുകളിലാക്കി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ SK ജാനി, അശോക് ഹെൽദർ എന്നിവരെയാണ് 1/2 കിലോയിലധികം കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. വെട്ടിച്ചിറ കേന്ദ്രീകരിച്ച് സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഇവർ സ്ഥിരമായി വിൽപ്പന നടത്തിവരികയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ട് സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന 2 പേരെയാണ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ SK ജാനിയെയും അശോക് ഹെൽദറിനെയുമാണ് പോലീസ് സംഘം വലയിലാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ കാടാമ്പുഴയ്ക്കടുത്ത് വെട്ടിച്ചിറയിൽ വെച്ചാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ആവശ്യക്കാർക്കനുസരിച്ച് ചെറുപൊതികളിലാക്കി വെട്ടിച്ചിറ പ്രദേശത്ത് സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ നിന്ന് 610 ഗ്രാം കഞ്ചാവ്, ലഹരിമരുന്ന് പൊതിയാൻ ഉപയോഗിച്ച പ്രത്യേക കവറുകൾ, ചില്ലറ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ചെറിയ പാക്കറ്റുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. ഇതിനു പുറമെ കഞ്ചാവ് വിൽപ്പനയിലൂടെ സമാഹരിച്ചതെന്ന് സംശയിക്കപ്പെടുന്ന 20,900 രൂപയും 1 പേഴ്സും 2 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വെട്ടിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലും സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു. കാടാമ്പുഴ CI VK ശ്രീജേഷിന്റെ നേതൃത്വത്തിൽ സീനിയർ CPOമാരായ അജീഷ്, ഷുരിൻ ബാബു, പ്രിയ, CPO ജനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ സാഹസികമായി അറസ്റ്റ് ചെയ്തത്. ലഹരി ശൃംഖലയിലെ കൂടുതൽ ആളുകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, മലപ്പുറം.